So good morning everyone. So today we'll start with a small problem that is on Lorentz series. Then we'll go to the discussion of residue theorem. So let me I thought of giving this as a homework problem, but we'll do that so that the concept of Lorentz series and Taylor series will be thorough for you. For that, so you take this problem first, then after finishing this we'll move on to residue theorem. That is the question number 1, that is find the Lorentz series of f of z is equal to 7z minus 2 divided by z plus 1 into z minus 2. Okay, in the region 1 less than z plus 1 less than 3. Okay, so find the Lorentz series of f of z 7z minus 2 divided by z plus 1. Okay, so this you will do, then we'll continue to the residue theorem. നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം. Okay, find the Lorentz series of given function f of z is equal to 7z minus 2 divided by z plus 1 into z minus 2. എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക? ഈ പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 7z മൈനസ് 2 ഡിവൈഡഡ് ബൈ z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 2 അല്ലേ? സോ ഈ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് z പ്ലസ് 1 ഈക്വൽ ടു u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് z എന്ന് പറഞ്ഞാൽ എന്താണ്? z ഈസ് ഈക്വൽ ടു u മൈനസ് 1. ഓക്കെ, സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് യു ബിക്കംസ് വാട്ട്? എഫ് ഓഫ് യു ബിക്കംസ് 7u minus 1 in minus 2 divided by u into u minus 1 1 minus 2. Okay, z ന്റെ സ്ഥാനത്ത് u minus 1 എന്ന് കൊടുക്കുക, z plus 1 ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഐ വിൽ ബി ഹാവിംഗ് ദ വാല്യൂ ദാറ്റ് ഈസ് 7u minus 9 എന്ന് വരും ന്യൂമറേറ്ററിൽ. ഓക്കെ, ദാറ്റ് ഈസ് 7u minus 7 അല്ലേ? ദാറ്റ് ഈസ് 7u minus 9, ദാറ്റ് ഈസ് u into u minus 1 into u minus 3. ഓക്കെ, സോ ഇവിടെ നമ്മൾ z പ്ലസ് 1ൻ്റെ റീജൺ ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് അല്ലേ? സോ ദാറ്റ് ഈസ് ഈ ഒരു കേസിൽ നമ്മളെ റീജൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദ റീജൺ 1 ലെസ് ദാൻ എന്താണ് z പ്ലസ് 1 എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് u. ഓക്കെ, ലെസ് ദാൻ 3 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റീജൺ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. വെൻ യു ഇൻട്രൊഡ്യൂസ് z പ്ലസ് 1 ഈക്വൽ ടു u വേർ z ഈസ് ഈക്വൽ ടു u മൈനസ് 1 എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, ഈ ഒരു പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഫാഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഗൈൻ ഞാൻ 7u മൈനസ് 9 ഡിവൈഡ് ബൈ u മൈനസ് u ഇൻറ്റു u മൈനസ് 1 u മൈനസ് 3 എന്നുള്ളത് നമുക്ക് ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ ചെയ്താണെങ്കിൽ സോ ദാറ്റ് വിൽ ബി ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് minus 3 by u plus 1 by u minus 1 plus 2 by u minus 3. ഓക്കെ, സോ ഇത് ഈ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും. 7u minus 9 ഡിവൈഡ് ബൈ u ഇൻറ്റു u minus 1 u minus 3 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ ചെയ്താണെങ്കിൽ വിൽ ഹാവ് എ റെപ്രസെൻറ്റേഷൻ ലൈക്ക് ദീസ്. ഓക്കെ, ആൻഡ് നൗ in this case നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മുടെ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്?
u ന്റെ value is residing in between where? In between 1 and 3. So that is u ന്റെ value 0.5 ആവാനുള്ള സാധ്യതയുണ്ട്, 1.5 ആവാനുള്ള സാധ്യതയുണ്ട്. That is 1 greater than 1 ആയിരിക്കും, അല്ലെങ്കിൽ less than 3 ആയിരിക്കും അതിൻ്റെ വാല്യൂ. So first കേസിൽ I can keep this one like alone, that is minus 3/2 and 3/u എന്ന് തന്നെ എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഇവിടെ നമുക്ക് ഇവിടെ 1 ആണുള്ളത്, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? നമ്മൾ എടുക്കേണ്ടത് യു ആണ്. സോ ദാറ്റ് ഈസ് യു ആണ് നമ്മൾ അവിടെ ഔട്ട് സൈഡ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് യു ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1/u. ഓക്കെ, പ്ലസ് ഇവിടെ 2u മൈനസ് 3 ആണ്. ഐദർ 3ൻ്റെ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 3 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് കേസ് നമ്മൾ എങ്ങനെ എടുക്കുക? 3 ആണ് നമ്മൾ പുറത്തെടുക്കുക, അല്ലെങ്കിൽ മൈനസ് 3 ആണ് നമ്മൾ പുറത്തെടുക്കുക. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് 3 ഇൻറ്റു 1 മൈനസ് u/3. Okay, so that is this representation. I can represent it like this. That is minus 3/u plus 1/u into 1 minus 1/u. Okay, raised to minus 1 plus minus 2/3 1 minus u/3 raised to minus 1. Okay, now you know that already in the last class we have discussed about binomial expansion. Okay, by binomial expansion ജാസ്മിൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് 10:05 ശേഷം ജോയിൻ ചെയ്താൽ ഇനി ആഡ് ചെയ്യില്ല കേട്ടോ, ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യില്ല. ഓക്കെ, മൈനസ് minus 3/u plus 1/u into 1 minus 1/u നെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus 1/u plus 1/u square etc. എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വാല്യൂസ് ഉണ്ടാവും. ആൻഡ് സിമിലർലി വി ക്യാൻ ഓൾസോ എക്സ്പാൻഡ് 1 minus u/3 അല്ലേ? ഓക്കെ, minus 2/3 into that is 1 plus u/3 plus u square by 3 square plus u cube by 3 cube plus etc. എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് വാല്യൂസ് കിട്ടും. ഓക്കെ, so we got a expansion like this. Now നമുക്ക് എന്ത് ചെയ്യാം? ആ യു മൾട്ടിപ്ലൈ നമുക്ക് ബേസിക്കലി എന്താ കിട്ടേണ്ടത്? ആ ലോറൻസ് സീരീസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓൾറെഡി ലോറൻസ് സീരീസ് ആണ് ഇവിടെ കിട്ടുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി ബൈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കറിയാം. സോ നമുക്ക് ബൈനോമിയൽ സീരീസ് അല്ലെങ്കിൽ ലോറൻസ് സീരീസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. minus 3/u plus ഈ 1/u എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് 1/u plus 1/u square plus 1/u cube plus 1/u raised to 4 plus etc. ഉണ്ടാവും. minus 2/3. okay, minus 2/3 into 1 plus u/3 plus u square by 3 square plus u cube by 3 cube plus etc. like the term will be there. ഇനി നമുക്ക് ഫസ്റ്റ് ഈ രണ്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ, ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് വിൽ ബി ഈക്വൽ ടു minus 2/u എന്ന് കിട്ടും. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? പ്ലസ് 1/u square 1/u cube plus etc. minus 2/3 1 plus u/3 plus u square by 3 square plus u cube by 3 cube plus etc. എന്ന് പറഞ്ഞിട്ട് സീരീസ് നമുക്ക് ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഫർദർ ഇഫ് യു പ്രൊസീഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഫർദർ ഇഫ് യു പ്രൊസീഡ് ലൈക്ക് ദിസ് നമുക്ക് യു എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി യു ഈക്വൽ ടു z+1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് minus 2/z+1. ഓക്കെ, പ്ലസ് 1/z+1 square plus 1/z+1 cube plus etc. minus 2/3. okay,
1 plus z plus 1 divided by 3 plus z plus 1 square divided by 3 square plus z plus 1 cube divided by 3 cube plus etc. Okay, so ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കും വിച്ച് ഈസ് എ വാലിഡ് സീരീസ് എന്നൊക്കെ പറയാൻ പറ്റും. z plus 1ൻ്റെ രീതിയിലാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ വിച്ച് ഈസ് വാലിഡ് ഇൻ ദ റീജിയൻ. സോ ദിസ് സീരീസ് വിൽ ബി വാലിഡ് വിച്ച് ഈസ് വാലിഡ് in the region, okay, in the region 1 less than z plus 1 less than 3, because all the terms what we represented here is that in terms of what it is in terms of z plus 1 ന്റെ ടേമിലാണ് നമ്മൾ ലോറൻസ് സീരീസ് നമ്മളിവിടെ എക്സ്പ്ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാണ് ബേസിക്കലി അവിടെ ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യം. ലോറൻസ് സീരീസിനെ നമ്മളൊരു 1 ലെസ് ദാൻ z പ്ലസ് 1 ലെസ് ദാൻ 3 എന്ന് പറയുന്ന സീരീസ് എക്സ്പാൻഷൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ z പ്ലസ് 1 ഈക്വൽ ടു u എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ ഒരു പ്രോബ്ലം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ലോറൻസ് സീരീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ടൈലർ സീരീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലോറൻസ് സീരീസും ടൈലർ സീരീസിൻ്റെയും എക്സ്പാൻഷൻ തൽക്കാലം അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡിസ്കഷൻ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഡിസ്കഷനിലോട്ട് മൂവ് ചെയ്യാണ്. അതാണ് റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്. ഇതാണ് കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ അല്ലെങ്കിൽ റെസിഡ്യൂ തിയറം എന്ന് പറയുന്ന ഭാഗമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആർക്കെങ്കിലും ഈ ഒരു അവസാന ഭാഗം നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. Okay, moving on to residue theorem. പറഞ്ഞോളൂ എവിടെ മനസ്സിലായില്ല, എവിടെയാണ് അത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ. ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് സം ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഈ വാല്യൂ സം ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ തൽക്കാലം പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു നമുക്ക് 7u - 9 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലോട്ടാണ് വരിക. അതായത് നമ്മളിവിടെ ടോട്ടൽ എടുക്കുമ്പോൾ u × u - 1 ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി റീച്ചിങ് 7u - 1 9. ഓക്കെ, അത് ഞാൻ ഓൾറെഡി എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ബേസിക്കലി ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ മുമ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെ എന്ത് ചെയ്യാം, ടോട്ടൽ നമ്മളതിൻ്റെ ഇത് പറയല്ലേ u മൈനസ് ടോട്ടൽ ഫാക്ടർ എന്ത് ചെയ്യുക, u × u - 1 u - 3. ഓക്കെ, സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ബേസിക്കലി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ഓരോന്നിൻ്റെ അതിൻ്റെ ഡിനോമിനേറ്ററിൽ ഓരോന്നിൻ്റെയും 1/uൻ്റെ അല്ലേ 1/u 1/u - 1 1/u - 3 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ വരുന്ന അഡീഷൻ ഫോമിലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നമുക്കിത് 1/u 1/u - 1 1/u - 3 എന്ന ഫാഷനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ 7u - 9 എന്നുള്ള വാല്യൂലോട്ട് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ബേസിക്കലി എനിക്ക് എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂസിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യണമായിരുന്നു. u എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വരണം, u - 1 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, u - 3 എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു സീരീസ് ആയിട്ട് എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ടേം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 2z+1 അതുപോലെ തന്നെ z × 2z+1 സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1 by z into 2z plus 1 എന്നുള്ളതിനെ നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ട് 1 by z, ഇവിടെ വേറെ കുറച്ച് ടേംസ് ഉണ്ടായിരുന്നു, 1 by z മൈനസ് 1 by 2z plus 1 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ സീരീസ് എക്സ്പാൻഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഡിനോമിനേറ്ററിലെ ഓരോ വാല്യൂസിൻ്റെയും നമുക്ക് അതിൻ്റെ പോൾസും കാര്യങ്ങളും അതിപ്പോൾ അടുത്ത കേസിൽ വരുന്നുണ്ട്, അപ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഓരോന്നിൻ്റെയും സിംഗുലാരിറ്റി വാല്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ അതാണ് ബേസിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഐഡിയ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 1 by z minus 1 z minus 2ൻ്റെ ഒരു പ്രോബ്ലം ചെയ്തെന്ന് തോന്നുന്നു. അതിനെ നമ്മൾ ഇതേപോലെ തന്നെ 1 by z minus 1 പ്ലസ് ഇതിൻ്റെ ന്യൂമറേറ്ററിലെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ഫാഷനിൽ നമ്മളതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് കാര്യമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി എനിക്കതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ഔട്ട് സീരീസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എഗെയിൻ നിങ്ങൾക്ക് 7u - 9 എന്ന് പറഞ്ഞ ഫോമിലോട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്, നല്ല ചോദ്യമാണത്. അത് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, so next one, residue theorem. So let me just say that what is the residue theorem is first of all, then we will come to the explanation of that. So residue theorem, if f of z is analytic, in a closed curve C except at a finite number of singularity points within C. Then integral C f of z dz equal to 2 pi I into sum of the residues at the singular points within C. Okay, so that is 2 pi I into residue of f of a1, it is one of the singular point, plus residue of f of a2 etc. residue of f of an. Okay, so that means in this case you have to take what
you have to take each correspondingly. You have to represent this function c f of z dz, okay, for each case, that is c1 plus f of z dz plus c2 f of z dz, okay, plus etc plus cn f of z dz, okay. So in each cases correspondingly you will be having a singular point there, okay. So if you want to evaluate this case, so you have to take, for example, you consider any curve, okay. So you have some curve like this. So this is curve C I represented here. So which have a singular points a1, a2, a3, etc. an singular points are within a curve. So if you want to evaluate this f of z function, or if you want to take the integration of f of z on this closed curve, so then this value will be 2 pi I into sum of all the residue at the singular point within the curve C. So it will be like as you have done in the earlier cases. Now we have identified singularity point when you consider Cauchy integral theorem. It is a further extension of that Cauchy integral theorem. Here we considering is that whenever you have a singular point, okay, whenever you have a singular point a1, a2, a3, then you have to consider all the singular points associated with this one in order to get the total integration, complex integration of that particular function. So that is about residue theorem. So in that one we have few more things to be understand. That is one, when poles are simple. So for that, first of all you want to understand what is poles are, okay. When poles are simple, so what is poles are simple means, that is z minus a. Here you can see the power of z minus a is 1, okay. So in that case the residue theorem, there are two different formula corresponding to different poles. That is, in that case residue of f of a means will be, that is limit z tends to a into z minus a into f of z, okay. So when poles are simple, that is z minus a are having the power that is raised to 1 as the power. In that case the limit f of a, this in order to find the residue you have to utilize this formula. And secondly, whenever you have a power having complex, when you have a poles, that is you can see here, when poles are nth order, okay, nth order, that means z minus a raised to n, okay. Z minus a raised to n, there is a equation is different in that case. So in that time you have to utilize a different equation for finding residue of a that particular function. So that is residue in that case will be equal to residue of f of a is equal to 1 by n minus 1 factorial d raised to n minus 1 divided by dz n raised to minus 1 z minus a raised to n f of z at z is equal to a, okay. So whenever you have a poles are simple, that means poles are simple means z minus a having the value that is raised to 1, power is 1 in that case, okay. Here power equal to 1, okay, power of z minus a is 1.
So that is the case we are calling as a simple pole. Okay, when we have a simple when we have a n z minus a raised to n, okay, so in this case the poles are of nth order. That means number of singularity points in this case will be almost like n number of singularity points will be there. Okay, this n can take the value 2, 3, 4, 5 like etc. Okay, so whenever n equal to 1, so we'll having a simple pole. Okay, so that is associated with only one singular point. Okay, so in that case singular point will be only one in that case. Okay, that is a simple pole case. So in another case, when the poles are of nth order, that means z minus a raised to n, then we'll be utilizing them in order to find the residue. The equation is different. Okay, so this is the equation in order to find the residue of any function, any singular points within a curve C. So this is the case for poles are of nth order, then you have to utilize this formula in order to find the residue of that singular point. Okay, so that is about a singular point case. Now we'll go to one problem regarding this, then you will understand better. So before that, you note down the equation, each one that is we are represented here. Okay, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാം. സോ യു വിൽ ബി ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ്. ദെൻ ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോബ്ലം. Find the residue of f of z equal to z cube divided by z raised to minus 1 raised to 4 z minus 2 into z minus 3. Okay, find the residue of f of z equal to z cube divided by z minus 1 raised to 4 z minus 2 z minus 3. Okay, so in this case you can understand the first case. We'll see that how do we find the solution of this one. That is, in order to find that, we'll be getting the poles will be here, the poles are here. So in order to find the poles are z minus 1 raised to 4 into z minus 2 z minus 3 equal to 0. We need to equate the denominator, because we have seen in Cauchy's integral and Cauchy theorem representation, we have seen that denominator നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് സിംഗുലർ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് കേസിൽ z minus 1 raised to 4 equal to 0 എന്ന് പറയുമ്പോൾ what we will be getting, we will be getting z equal to 1 is one of the pole, is a pole of order എന്താണ്, of order 4. Okay, so that is z minus 1 raised to 4. And in the case of z minus 2 and z minus 3, z minus 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, z equal to 2 എന്ന് കിട്ടും. Then z equal to 3 എന്ന് പറയുന്നത് these are എന്താണ്, അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താണ്, raised to 1 ആണ് അല്ലേ. So these are simple pole, these are simple pole. Z equal to 2 and z equal to 3 are simple pole in this case. Okay, so this is how you identify whether a pole is nth order pole or is a simple pole. Clear? Now നമുക്കറിയാം റെസിഡ്യൂ ഓഫ് nth ഓർഡർ എങ്ങനെയാണ് നമ്മൾ കാണാം. The residue of nth order, residue of nth order, okay, is അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, that is residue of f of a equal to 1 by n minus 1 factorial. Okay,
into d raised to n minus 1 divided by dz raised to n minus 1 z minus a raised to n f of z at z is equal to a. അല്ലേ? സോ നമുക്ക് ഇവിടെ അറിയാം z ഈക്വൽ ടു 1. ഫസ്റ്റ് കേസിൽ എന്താണ്, നമ്മുടെ nth ഓർഡർ പോൾ വരുന്ന കേസിൽ അതിൻ്റെ റെസിഡ്യൂ വാല്യൂ നമുക്ക് കാണേണ്ട ഏതാണ്, അതിലത്തെ സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. a ഈക്വൽ ടു 1 ആണ് ആ കേസിൽ. സോ വി ഹാവ് ടു ഫൈൻഡ് റെസിഡ്യൂ ഓഫ് f ഓഫ് 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് n എന്താണ് ഇവിടെ ഓർഡർ ഏതാണ്, 4 ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് 1/3 ഫാക്ടോറിയൽ. 4 n എന്ന് പറഞ്ഞാൽ ഇവിടെ n ഈക്വൽ ടു എന്താണ്, n ഈക്വൽ ടു 4 ആണ്. സോ ദാറ്റ് ഈസ് n മൈനസ് 1 എന്ന് പറയുമ്പം 3 ഫാക്ടോറിയൽ, 1/3 ഫാക്ടോറിയൽ. അഗൈൻ n മൈനസ് 1 എന്ന് പറഞ്ഞാൽ d ക്യൂബ് ഡിവൈഡഡ് ബൈ dz ക്യൂബ് വരും. ഓക്കെ, ദാറ്റ് ഈസ് z മൈനസ് 1 raised to 4 z cube divided by z minus 1 raised to 4 z minus 2 z minus 3. Okay, so this is how you will be having the value corresponding to that. So here we have to evaluate z is equal to 1 position left. So from this equation what we will be getting, here you can cancel, you will be cancelling z minus 1 raised to 4 and z minus 1 raised to 4. That is, we will be having 1/3 factorial d cube divided by dz cube. So what it remains, what we remains is that z cube divided by z minus 2 into z minus 3, z minus 2 into z minus 3 at, we have to find it at z is equal to 1. Now if you further go through this one, so we will have 1/3 factorial d cube divided by dz cube. Okay, that is z cube നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള ഡിനോമിനേറ്റർ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് z സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 അല്ലേ. സോ ഈ ഒരു ഫാഷനിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം അറ്റ് z ഇസ് ഈക്വൽ ടു 1. z മൈനസ് 2 ഇൻറ്റു z മൈനസ് 3 എന്ത് ചെയ്യുക, നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ യു വിൽ ബി ഹാവിങ് ദ ഫൈനൽ ആൻസർ കറസ്പോണ്ടിങ് ടു ദാറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, പ്രശ്നമല്ല അത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പോളിനോമിയൽസ് വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് ഈസ്, ഇവിടെ നമുക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് z ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യണം, ബേസിക്കലി ഈ ഒരു കേസിൽ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 6നോട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്കിവിടെ z ക്യൂബ് വരണമെങ്കിൽ എന്താവണം, ദാറ്റ് ഈസ് z ഇവിടെ വരണം അല്ലേ. z ഇൻറ്റു z സ്ക്വയർ, ദാറ്റ് ഈസ് എന്താണ് z ക്യൂബ്. ഓക്കെ, മൈനസ് 5z സ്ക്വയർ, ഓക്കെ, പ്ലസ് 6z വരും. ഓക്കെ, സോ ഇഫ് യു ഡു ദാറ്റ്, നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടുക, ഡിനോമിനേറ്ററിൽ 5z സ്ക്വയർ മൈനസ് 6z എന്ന് വരും. വേണം z ക്യൂബ് മൈനസ് ഈ വാല്യൂ ചെയ്യുമ്പോൾ വിൽ ഹാവ് റിമൈനിങ് എന്ന് പറഞ്ഞ 5z സ്ക്വയർ മൈനസ് 6z. ഓക്കെ, സോ അഗെയിൻ നമുക്ക് പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, 5നോട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്ലസ് 5നോട് നമ്മൾ എന്ത് ചെയ്യാം, 5z സ്ക്വയർ എന്ന് വരും അല്ലേ. 5 ഇൻറ്റു z സ്ക്വയർ, സോ ദാറ്റ് ഈസ് 5z സ്ക്വയർ മൈനസ് 25z പ്ലസ് 30. ഓക്കെ, പ്ലസ് 30 വരും. സോ ദാറ്റ് ഈസ് അഗൈൻ ഇവിടെ നമ്മൾ ഇതിന് മൈനസ് ചെയ്യുമ്പം വിൽ ഹാവ് റിമൈനിങ് 19z മൈനസ് 30 എന്ന് വരും. ഓക്കെ, 19z മൈനസ് 30 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കിട്ടും. ഇവിടെ ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ z ക്യൂബിനെ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 16 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ
11ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഡിവിഷനാണ് പോളിനോമിയൽ വെച്ചിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള എന്താ ചെയ്ത് കഴിഞ്ഞാൽ z കൊണ്ട് ഇവിടെ z ക്യൂബിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, z കൊണ്ട് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് z സ്ക്വയർ, സോറി z into z square cube, then z into minus 5z, that is 5z square, then z into 6 that is 6z വരും. then നമുക്ക് എന്താണ് ഇവിടെ ബേസിക്കലി z ക്യൂബ് മൈനസ് z ക്യൂബ് ആണ് വരിക അല്ലേ. ഓക്കെ, z ക്യൂബ് മൈനസ് z ക്യൂബ്, ഇവിടെ ഒരു മൈനസ് ടേം ഉണ്ടാവും, ഇവിടെയും അഗൈൻ ഒരു മൈനസ് ഉണ്ടാവും, മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഇസ് പ്ലസ് വരും. അതുകൊണ്ടാണ് ഇവിടെ 5z സ്ക്വയർ ആണ്. അഗൈൻ ഇവിടെ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് വരും, ദാറ്റ് ഇസ് മൈനസ് 6z. അഗൈൻ പിന്നീട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 5z സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് 5, ഓക്കെ, പ്ലസ് 5 ഇൻറ്റു 5 ഇവിടെ ആഡ് ചെയ്തു. സോ 5 ഇൻറ്റു z സ്ക്വയർ 5z സ്ക്വയർ, 5 ഇൻറ്റു മൈനസ് 5z 25z, ആൻഡ് 5 ഇൻറ്റു 6 ദാറ്റ് ഇസ് 30. ആൻഡ് ഇതിനെ ഫർദർ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 19z മൈനസ് 30 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത്രയും നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിഡ്യൂ ഓഫ് 1 എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ചെയ്യുക? അപ്പം ഈ ഒരു കേസിൽ നമുക്ക് കിട്ടിയുള്ള ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, റെസിഡ്യൂ ഓഫ് 1 f of 1 is equal to 1/3 factorial d cube divided by dz cube, okay, into z plus 5 into 19z minus 30 divided by z square minus 5z plus 6. ഈ ഒരു ഫാഷനിലാണ് നമ്മൾ ഇതിനെ എഴുതുക. ഇതിന് വേണമെങ്കിൽ വേറെ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഇസ് 1/3 ഫാക്ടോറിയൽ, ബ്രാക്കറ്റ് ഉണ്ടാവില്ല, d cube divided by dz cube, z plus 5 19z minus 30 divided by z minus 2 into z minus 3. കാരണം നമ്മൾ നേരത്തെ z minus 2 into z minus 3 നെയാണ് നമ്മൾ z square minus 5z plus 6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നേരത്തെ ആര് ചോദിച്ച പോലെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അത് എഴുതുന്നത് നമുക്ക് നോക്കാം. that is which is equal to 1/3 factorial d cube divided by dz cube z plus 5 minus, okay, ഇവിടെ പ്ലസിൻ്റെ ടേം ഉണ്ട് കേട്ടോ മേലെ 19ൻ്റെ കേസിൽ, സോറി, ഇവിടെ z പ്ലസ് 5 പ്ലസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യണം, സോറി, ഇവിടെ പ്ലസ് ആണ് വരും. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും പ്ലസ് ആണ് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത പോലെ ഇവിടെയും നമുക്ക് 19z മൈനസ് 13 നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് z പ്ലസ് 5 മൈനസ് 8/z minus 2 plus 27/z minus 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അറ്റ് z is equal to 1. ഇനി ഇവിടെ d cube by dz cube കാണാനുണ്ട്, d cube by dz cube കാണാനുണ്ട്. അത് നമുക്കൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുല നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് d raised to n divided by dz raised to n, ഓക്കെ, of 1/n minus 1. ഈ ഒരു കേസിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to n
n factorial divided by z minus a raised to n plus 1. ഓക്കെ, സോ ഇതാണ് അവിടുത്തെ ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനർത്ഥം നമുക്ക് മേലുള്ള ഇക്വേഷൻ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/6 ആണ് അല്ലേ? ഓക്കെ, 1/6 ഇൻറ്റു ഇതിന് നമുക്ക് ഇതിൻ്റെ ഡി ക്യൂബ് സെഡ് പ്ലസ് 5ൻ്റെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. 3 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഈ ടേം എന്താവും? ദിസ് ടേം വിൽ ഗോ 0 അല്ലേ? ഓക്കെ, ഫസ്റ്റ് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാല്യൂ കിട്ടും. ദെൻ സെക്കൻഡ് നമ്മൾ അഗൈൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ദിസ് വിൽ ഗോ ടു 0 ആയിട്ട് പോകും ഇതിൻ്റെ വാല്യൂ. സോ ദാറ്റ് ഈസ് -8 z - 2 27 z - 3 എന്ന് പറഞ്ഞതിനെ മാത്രം നമ്മൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് -8 ഇൻറ്റു -1 റേസ് ടു ക്യൂബ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പാൻഷൻ പ്രകാരം ഈ മേലുള്ള ഡിഫറൻഷിയേഷൻ എക്സ്പാൻഷൻ പ്രകാരം z - 2 റേസ് ടു 4 പ്ലസ് 27 ഇൻറ്റു -1 റേസ് ടു ക്യൂബ് 3 ഫാക്ടോറിയൽ divided by z minus 3 raised to 4 at z is equal to 1. ഓക്കെ, സോ ഇനി നമുക്കിവിടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ -81ൻ്റെ ഒക്കെ വാല്യൂസ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടും. ദാറ്റ് ഈസ് 1/6 ഇൻറ്റു ഓക്കെ 48 കിട്ടും. കാരണം -8 ഇൻറ്റു -1 ക്യൂബ് ഇൻറ്റു 3 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈസ് 48 ഡിവൈഡഡ് ബൈ z minus 2 റേസ് ടു 4 എന്ന് വരും. മൈനസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 162 ഡിവൈഡഡ് ബൈ z minus 3 റേസ് ടു 4 എന്ന് കിട്ടും. ഓക്കെ, സോ അറ്റ് z is equal to 1. ഓക്കെ, ഇനി നമുക്ക് z-ൻ്റെ വാല്യൂ കൊടുത്തു നോക്കാം. z-ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് z equal to 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ വിൽ ഗെറ്റ് 1/6 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ -1 റേസ് ടു 4 minus 162 divided by -2 raised to 4. Okay, that is finally you will be getting 101 divided by 16 എന്ന് കിട്ടും. Residue of f of 1 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ആൻഡ് സിമിലർലി ഇപ്പോൾ നമ്മൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് 1 ആണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ പോളിൻ്റെ കേസിലും കാണേണ്ടതുണ്ട് അല്ലേ? സിമ്പിൾ പോളിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് എ വെൻ z is equal to a is a simple pole. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് എ ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു a z minus a ഇൻറ്റു എഫ് ഓഫ് z ആയിരുന്നു. ഓക്കെ, എഫ് ഓഫ് z ആയിരുന്നു. സോ ദാറ്റ് ഈസ് നമുക്കവിടെ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് കേസിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞ a ഈക്വൽ ടു 2 ആയിരുന്ന കേസിൽ നമുക്ക് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു 2 അല്ലേ? സോ ദാറ്റ് ഈസ് z minus 2 ഇൻറ്റു z ക്യൂബ് ഡിവൈഡഡ് ബൈ z into z minus 1 raised to 4 into z minus 2 into z minus 3. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും? z minus 2 z minus 2 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ലിമിറ്റ് z ടെൻസ് ടു 2 എന്നുള്ള എന്താണ്? z ക്യൂബ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 റേസ് ടു 4 ഇൻറ്റു z മൈനസ് 3 എന്ന് വരും. ഓക്കെ, നൗ യു ക്യാൻ ഗീവ് z is equal to 2. ഈ ഇക്വേഷനിൽ z is equal to 2 എന്നുള്ള വാല്യൂ കൊടുക്കാം. സോ ദാറ്റ് ഈസ് യു വിൽ ബി ഗെറ്റിംഗ് ആസ് എന്തായിരിക്കും? യു വിൽ ബി ഗെറ്റിംഗ് 2 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 minus 1. ഓക്കെ, 2 minus 1 റേസ് ടു 4 ആൻഡ് 2 minus 3 അല്ലേ?
So that is finally you will be getting -8 ആയിരിക്കും അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക. And in similar fashion നമുക്ക് a equal to 2 എന്ന് പറഞ്ഞ residue of 3 എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. That is residue of 3. Residue a equal to 3 എന്ന് പറഞ്ഞ കേസിൽ residue of f of 3 equal to, so ഇവിടെ എന്താണ് ലിമിറ്റ് z tends to 3. For 3 equal to limit z tends to 3, that is z minus 3 f of z എന്തായിരുന്നു z cube divided by z minus 1 raised to 4 z minus 2 z minus 3. Okay, so in this case the z minus 3 and z minus 3 get cancelled. Then you have to apply limit z tends to 3 on z cube divided by z minus 1 raised to 4 z minus 2. Okay, now what you want to do is that you have to apply, you need to apply the corresponding equation, that is 3 cube. Okay, you just give the value of z equal to 3, then you will be getting 3 cube divided by 3 minus 1 raised to 4 into 3 minus 2 raised to 3 minus 2. Okay, that is equal to, finally you will be getting the value you will be getting 27 raised to 2 raised to 4 lakh. So that is almost you will be getting 1.6875 ആയിരിക്കും നിങ്ങളുടെ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളോട് ജസ്റ്റ് റെസിഡ്യൂസ് മാത്രമേ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ സം ഓഫ് റെസിഡ്യൂസ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ നമുക്കിവിടെ കാണേണ്ടതില്ല. ജസ്റ്റ് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ വാല്യൂ എന്നുള്ളത് മാത്രമേ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ് ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റെസിഡ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഈ ഭാഗം നോക്കുക. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ക്യൂബ് ഡിവൈഡ് ബൈ സെഡ് റേസ് ടു -1 റേസ് ടു 4 സെഡ് -2 സെഡ് -3. ദ പോൾസ് ആർ സെഡ് -1 റേസ് ടു 4 സെഡ് -2 സെഡ് -3 ഈക്വൽ ടു 0 ആണ്. അതിൽ നമുക്ക് സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ പോളിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സെഡ് ഈക്വൽ ടു 2 സെഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്നതിൻ്റെ പോൾസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ദറ്റ് ഈസ് സിമ്പിൾ പോൾ ആണ്. അപ്പോൾ n ഈക്വൽ ടു 4 ആയിട്ടുള്ളതിൻ്റെ കേസിൽ നമ്മൾ റെസിഡ്യൂ തിയറത്തിൻ്റെ റെസിഡ്യൂ കാണാൻ 1/n-1 ഫാക്ടോറിയൽ d raised to n-1 ഡിവൈഡ് ബൈ dz n-1 z minus a raised to n f of z എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുത്തു. അപ്പോൾ അവിടെ നമുക്കൊരു z ക്യൂബ് ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വന്നു. അതിന് നമ്മളതിൻ്റെ ഡിവിഷൻ ചെയ്തു. റാഷണൽ ആയിട്ട് നമ്മളതിനെ ഡിവിഷൻ ചെയ്തു. ഡിവിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു z + 5 ഇൻറ്റു z + 5 ഇൻറ്റു 19z മൈനസ് 30 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 16 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മളതിനെ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 എന്ന് പറയുന്നത് z -2 ഇൻറ്റു z -3 ആണ്. ഓക്കെ, അതിന് അഗൈൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ, അതായത് ഫോമിൽ 19z മൈനസ് 30 എന്നുള്ളതിനെ നമ്മൾ -8/z -2 പ്ലസ് 27/z -3 എന്ന് എഴുതി. ദെൻ d ക്യൂബ് ബൈ dz ക്യൂബ് ഓഫ് z + 5 എന്ന് പറയുമ്പം ഇറ്റ് വിൽ ബി ഗോ 0. ഓക്കെ, സോ അതുകൊണ്ട് നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതില്ല ഫർദർ. നമുക്ക് പിന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് 8/z -2ൻ്റെ കേസിലും 27/z -3ൻ്റെ കേസിലുമാണ്. അവിടെ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്യാനുണ്ട്. nth ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്ന കേസിൽ 1/n-1 എന്ന് വരുന്ന കേസിലാണെങ്കിൽ ദാറ്റ് ഈസ് -1 റേസ് ടു n ഫാക്ടോറിയൽ z മൈനസ് a n+1. ഓക്കെ, സോ ദാറ്റ് ഈസ് റെസിഡ്യൂ ഓഫ് f of 1. നമുക്ക് ആ ഒരു ഫാഷനിൽ എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് 27 -1 റേസ് ടു 3/3 ഫാക്ടോറിയൽ ബൈ z റേസ് ടു -3 റേസ് ടു 4. അപ്പോൾ ഇതിനെ ഫർദർ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ zൻ്റെ സ്ഥാനത്ത് എന്താണ് 1 എന്ന് കൊടുക്കണം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക്
101 divided by 16 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ആൻഡ് ഇൻ സിമിലർലി z ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സിമ്പിൾ പോളിൻ്റെ കേസിൽ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു എ z മൈനസ് എ എഫ് ഓഫ് z ആണ് നമ്മളവിടെ കാണേണ്ടത്. ഓക്കെ, സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 2 z മൈനസ് 2 z ക്യൂബ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 റേസ് ടു 4 ഇൻറ്റു z മൈനസ് 2 z മൈനസ് 3 എന്ന് വരും. സോ ഇത് ഫർദർ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ z ടെൻസ് ടു 2 ആണ്. അപ്പോൾ 2 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 ക്യൂബ് ഡിവൈഡ് ബൈ 2 മൈനസ് 1 റേസ് ടു 4 2 മൈനസ് 3 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 80 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടും. സോ ദെൻ ഇത് നമ്മളേതാണ് സിമ്പിൾ പോളിൻ്റെ കേസിൽ സിംഗുലാരിറ്റി പോയിന്റ് എ ഈക്വൽ ടു 2 എന്ന് പറയുന്ന കേസിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സിംഗുലാരിറ്റി പോയിന്റ് എ ഈക്വൽ ടു 3 എന്ന് പറയുന്ന കേസിൽ സിമിലർലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ദ വാല്യൂ ദാറ്റ് 27/2 റേസ് ടു 4 ദാറ്റ് ഈസ് 1.6875 എന്ന് പറഞ്ഞിട്ട് നമുക്കതിൻ്റെ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി സമാനമായിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ ഈ കേസിൽ നമുക്ക് ഫൈൻഡ് ദ റെസിഡ്യൂസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ റെസിഡ്യൂസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളതിൻ്റെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന് നമ്മൾ റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഈ കേസിൽ. അതിന് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന കേസാണ് നമ്മൾ നെക്സ്റ്റ് ഒന്ന് പറയുന്നത്. ഞാൻ അതുകൂടെ പറയാം ബാക്കി. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെഷന് നിങ്ങൾക്ക് ബാക്കി ഹോംവർക്ക് ആയിട്ട് തരാം. സോ ലെറ്റ് മീ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് വൺ മോർ പ്രോബ്ലം. Question number 2. So ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇവാലുവേറ്റ് integral c z minus 3 divided by z square plus 2z plus 5 okay dz where c is the circle. So നിങ്ങളോട് പറഞ്ഞിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് മോഡ് z is equal to 1 മോഡ് z equal to 1. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ മോഡ് z plus 1 minus I equal to 2 and the third case is mod z plus 1 plus I എന്ന് പറഞ്ഞാൽ അയോട്ടയാണ്. that is equal to 2. that is I എന്ന് പറഞ്ഞത് √-1 ആണ് അയോട്ട. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇതാണ് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ആയിട്ട് നമുക്കുള്ളത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതും ബേസിക്കലി എങ്ങനെയാണ് റെസിഡ്യൂ തിയറം വെച്ചിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതിന് ഇവിടുത്തെ പോൾസ് ആയിട്ട് നമുക്ക് വരുന്നത് നിങ്ങൾ ഇതിൻ്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോൾസ് ആയിട്ട് കിട്ടാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the poles here will be equal to നമുക്ക് z square plus 2z plus 5 ഇതൊരു ബൈനോമിയൽ അല്ല ഒരു പോളിനോമിയൽ ആണ്. ഈ പോളിനോമിയലിൻ്റെ നമ്മൾ വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് z-ൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞത് -1 plus 2i ആൻഡ് -2i ആയിരിക്കും. നിങ്ങൾക്കറിയാം -b പ്ലസ് ഓർ മൈനസ് √b² minus 4ac divided by 2a എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ കാണുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് z-ൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് കിട്ടുക -1 plus 2i -1 2i എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആണ് ഈ ഒരു പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഞാൻ അതിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഇത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്താവുന്നതാണ്. ഓക്കെ, സോ ഞാൻ നമ്മളെ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ദാറ്റ് ഇസ് മോഡ് z is equal to 1 അതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടീഷനായിട്ട് തന്നിട്ടുള്ളത്. മോഡ് z equal to 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഓർമ്മ വരുന്നത് എന്താണ്? നമ്മളൊരു അതിനൊരു ഫിഗറായിട്ട് കൺസിഡർ ചെയ്യണം. സോ അവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു സർക്കിളാണ് അല്ലേ. ഓക്കെ, സോ ഹിയർ ഗിവൺ ഇസ് എ സർക്കിൾ. ഓക്കെ, സോ മോഡ് z equal to 1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? 0 0 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ.
radius equal to 1 ആണ് when mod z equal to 1 എന്ന് പറയുമ്പോൾ. Okay, so this will be having -1 and 1 and this will be 1 again and this will be -1. Okay, so now if you represent -1 -2i -1 -2i എന്ന് പറയുന്ന ഒരു വാല്യൂ നിങ്ങൾ ഈ ഒരു ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണ് അപ്രോക്സിമേറ്റ്ലി വരിക? അത് നമ്മൾ അതൊരു എന്താണ് എക്സ് വൈ ആക്സിസ് അല്ലേ, എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. ഓക്കെ, സോ -1 -2i എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് z ഈക്വൽ ടു -1 + 2i എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ആൻഡ് സിമിലർലി z ഈക്വൽ ടു let me make it more clear. ഫിഗർ ഞാനൊന്ന് മാറ്റി വരക്കാണ്, പറഞ്ഞ ക്ലിയർ ആണെങ്കിൽ ആ ഫിഗർ ക്ലാരിറ്റി വരണം. സോ ലെറ്റ് മീ മേക്ക് ഇതൊരു സർക്കിളാണെന്ന് വിചാരിക്കുക കേട്ടോ. ഞാൻ വരക്കുമ്പോൾ സർക്കിളായിട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അസ്യൂം ദാറ്റ് ഇസ് എ സർക്കിൾ. ഓക്കെ, സോ 1 ആണ് -1 ആണ് ഇതിൻ്റെ കേസ് ആൻഡ് ദിസ് ഈസ് അഗെയിൻ 1 ആൻഡ് ദിസ് വിൽ ബി -1 അല്ലേ. അപ്പോൾ നമുക്ക് മോഡ് z ഈക്വൽ ടു 1 എന്ന് പറയുമ്പം അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻറ്റർ എന്ന് പറയുന്നത് 0 അതിൻ്റെ സെൻറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ പറയാണ്, ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ ദിസ് വാല്യൂ, ഓക്കെ, ഈ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ +2 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. സോ അഗെയിൻ +2 ഇവിടെ ആയിരിക്കും. സോ ദിസ് പാർട്ട് -2 ആൻഡ് ദിസ് പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? will also have a value that is corresponding to -2. ഓക്കെ, സോ ഈ -2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ള എന്താണ്? -1 + 2i ആൻഡ് -1 - 2i. ഞാൻ ഈ ഒരു ഗ്രാഫിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ -1 + 2i എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും ഉണ്ടാവുക? സോ ഇറ്റ് വിൽ ബി അറ്റ് ദിസ് പോയിന്റ് അല്ലേ. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് -1 z ഈക്വൽ ടു -1 + 2i എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാകും. ആൻഡ് സിമിലർലി z ഈക്വൽ ടു -1 - 2i എന്ന് പറയുന്ന ഈ ഒരു പോയിന്റുമാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, സോ അത് കടന്നു പോകുന്നത് -1 എന്ന് പറയുന്ന എക്സ് ആക്സിലെ വാല്യൂയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ z ഈക്വൽ ടു 1 + 2iയും അതുപോലെ z ഈക്വൽ ടു -1 + -2i എന്ന് പറയുന്ന രണ്ട് സിംഗുലർ പോയിന്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ കേസിൽ കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റ് മോഡ് z ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു ഫിഗർ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? നമ്മളുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എവിടെയാണുള്ളത്? സോ ബോത്ത് പോയിന്റ്സ്, ഓക്കെ, ബോത്ത് ദ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സിംഗുലർ പോയിന്റ്സ് ആർ ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ് നമുക്ക് ഈ ഒരു കേസിൽ ഉള്ളത്. ഔട്ട്സൈഡ് ദ സർക്കിൾ ആകുമ്പോൾ നമ്മൾ ഏത് തിയറാണ് ഉപയോഗിക്കുക? ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. സോ ബൈ കോച്ചീസ് തിയറം നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാൻ വേണ്ടി പറ്റും? സോ വി ക്യാൻ സേ ദാറ്റ് ബൈ കോച്ചീസ് തിയറം ഇൻ്റഗ്രൽ നമ്മളോട് ആ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇൻ്റഗ്രൽ CF of z dz will be equal to 0 if the singular point is outside the curve ആണെങ്കിൽ integral CF of z dz will be equal to 0 എന്ന് കിട്ടും. That is here integral C z minus 3 divided by z square plus 2z plus 5 equal to എന്താണ്? 0 ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ദാറ്റ് ഈസ് മോഡ് z+1 മൈനസ് ഐ is equal to mod z minus mod z+1 minus i. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mod z മൈനസ് 1 പ്ലസ് ഐ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ തന്നിട്ടുള്ളത് അല്ലേ? മോഡ് z+1 മൈനസ് ഐ എന്നുള്ളതിന് മോഡ് z മൈനസ് 1 പ്ലസ് ഐ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു ഫിഗർ വരക്കുകയാണെങ്കിൽ, കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ വരച്ച പോലെ ഫിഗർ വരക്കുകയാണെങ്കിൽ, ഇവിടുത്തെ കേസിൽ നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്നില്ല. എ എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ പൊസിഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്, ആർ എന്ന് പറയുന്ന റേഡിയസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നത് ബൈ 1 സം പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റെൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 1 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് മൈ 1 ആൻഡ് ദിസ് ഈസ് മൈ 2 അല്ലേ? ആൻഡ് കറസ്പോണ്ടിംഗ്ലി ഹിയർ ഐ വിൽ ബി ഹാവിങ് -1 and he'll have 1 here and he'll have 1 here. ഓക്കെ, സോ ഈ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ സെൻറ്റർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിലാണ് ഇതിൻ്റെ സെൻറ്റർ വരിക. അതാണ് -1 പ്ലസ് ഐ എന്ന് പറയുന്ന പോയിന്റ്. -1 എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ വരക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ഇഫ് യു ഡ്രോ എ സർക്കിൾ ആൻഡ് ദ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ -1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും അതിൻ്റെ സർക്കിൾ എന്ന് വരിക. സോ റേഡിയസ് എന്താണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ സെൻറ്റർ എന്ന് പറയുന്നത് -1 ആണ് സെൻറ്റർ. റേഡിയസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. 2. So let me just -2 and this side this is 2 and this is 2 and this is -2. Okay, so if I draw this figure, okay, sorry, anyway, ആ 2-ലൂടെയാണ് കടന്നു പോകണമെന്ന് വിചാരിക്കട്ടോ. വരച്ചെടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. റേഡിയസ് 2 ആയിട്ട് വരക്കുക. അതുപോലെ തന്നെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ് കേട്ടോ. ഓക്കെ, ഞാൻ വരച്ചെടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സെൻറ്റർ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ -1 എന്ന് പറഞ്ഞ പോയിൻ്റിലാണ് ഇത് കടന്നു പോകുന്നത്. 2-ലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, this is 2. ഓക്കെ, so this value is 2. ഓക്കെ, സോ നമുക്കറിയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? z is equal to -1 plus or 2i. ഓക്കെ, -1 plus or 2i എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? സോ ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ? സോ ഈ ഒരു പോയിന്റ് ഇതിൻ്റെ ഉള്ളിലാണ് വരിക. z is equal to -1 plus or 2i. and similarly here also നമുക്ക് z is equal to -1 minus 2i എന്ന് പറഞ്ഞ പോയിന്റും ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ കേസിൽ നമുക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുക. സോ ഇവിടെ so in this case -1 plus or 2i is within the circle ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് within the circle ആണ്. അതുപോലെ തന്നെ z, ഓക്കെ സെക്കൻഡ്, ഓക്കെ, so there is a small correction.
sorry ഈ ഒരു ഫിഗറിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. that is കാരണം സെൻറ്റർ 0 ആകുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ട്. സെൻറ്റർ -1 വരുമ്പോൾ വരച്ച ഫിഗർ ഷുഡ് ബി ലൈക്ക് ദിസ്. so this is my 1, this is 1, this is -1, this is -1, and this will be -2, -2, and -2, and this side 2. so this is how it will come. and I said that center എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് വരിക. that is -1 1 എന്ന് പറയുന്ന പോയിന്റ്. -1 1 എന്ന് നമ്മൾ ഒരു പിക്ചർ വരക്കുമ്പോൾ ഇവിടെ വരക്കുമ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന് കടന്നു പോകുന്നത് 2 ആയിരിക്കും അല്ലേ? ഓക്കെ, ഒന്ന് കടന്നു പോകുന്നത് എന്തായാലും -1. ഇത് സെൻറ്റർ ആകുമ്പോൾ നമ്മൾ അടുത്ത ഇതിന്ന് 2 ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഓൾമോസ്റ്റ് അത് 3 ആയിരിക്കും ഈ ഒരു പോർഷനിൽ അത് കടന്നു പോവുക. ഓക്കെ, ആൻഡ് സെക്കൻഡ്ലി ഈ ഒരു കേസിൽ എന്താണ്? ഇവിടെയും അതിൻ്റെ പോർഷൻ കടന്നു പോകുന്ന സൈഡ് എന്ന് പറഞ്ഞ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് -3 ആയിരിക്കും. -3 ആയിരിക്കും അത് കടന്നു പോവുക. ഓക്കെ, ഓൺ ദ അതർ സൈഡ് ഇവിടെ നമ്മളെ വാല്യൂസ് നോക്കുമ്പോൾ 1 2 ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് എന്താണ്? ഇറ്റ് വിൽ ബി അലോങ് -1 ഇതിൻ്റെ പാസേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ ഓക്കെ വരയ്ക്കുന്ന പ്രശ്നം വരുന്നുണ്ട്. സോ ദിസ് വിൽ ബി ദിസ് കർവ് എന്ന് പാസ് ചെയ്യുന്നത് ഈ ഒരു സൈഡിലൂടെ ആയിരിക്കും സെൻറ്റർ 2 എന്ന് പറഞ്ഞ പോർഷനിൽ വരുമ്പോൾ. ഓക്കെ, സോ എനിവേ വാട്ട് ഐ വാണ്ട് ടു സേ ഇസ് ദാറ്റ് z ഈക്വൽ ടു -1 z ഈക്വൽ ടു മൈനസ് പ്ലസ് ഓർ 2i എന്ന് പറയുന്ന വിത്തിൻ ദ സർക്കിൾ ആയിരിക്കും. z ഈസ് ഈക്വൽ ടു -1 -2i എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും ഈ ഒരു കേസിൽ. ഓക്കെ, ഔട്ട്സൈഡ് ദ സർക്കിളാണ് ഈ ഒരു കേസിൽ വരിക. സോ ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് കേസിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോച്ചീസ് ഇൻ്റഗ്രൽ തിയറം ആണെങ്കിൽ ഉപയോഗിക്കാം. കോച്ചീസ് തിയറം പ്രകാരം ഫസ്റ്റ് സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റെസിഡ്യൂ വാല്യൂ മാത്രം എടുക്കാം. റെസിഡ്യൂ ഓഫ് f of z minus -1 plus 2i is equal to limit z tends to -1 plus 2i so we'll have equation. What is the equation corresponding to that? Equation എന്ന് പറഞ്ഞാൽ residue of z minus a equal to എന്താണ്? So that is equal to limit z tends to a z minus a into f of okay. Now if you further progress, limit z tends to -1 plus 2i, that is into z minus z minus അത്ര z മൈനസ് എന്ന് എഴുതിയെന്നുള്ളൂ. എഫ് ഓഫ് സെഡ് എന്ന് എഴുതിയാൽ മതി. എഫ് ഓഫ് എ എന്ന് എഴുതിയാൽ മതി. of a equal to limit z minus f of z into z tends to a la. So like if you expand then you will be having the value. So that is equal to
limit z tends to minus 1 plus 2i z minus 1 plus 2i, okay, into z minus 3 divided by z minus minus 1 plus 2i നമുക്ക് എന്ത് ചെയ്യാം, ഈ z സ്ക്വയർ പ്ലസ് 2z പ്ലസ് 5 എന്ന് പറഞ്ഞതിൻ്റെ സൊല്യൂഷൻ ആണല്ലോ z മൈനസ് -1 പ്ലസ് 2i എന്ന് പറയുന്നത്. സോ ആ ഒരു ഫാഷനിൽ നമുക്കിവിടെ z മൈനസ് -1 2i, ഓക്കെ, ഈ ഒരു ഫോമിൽ നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഫർദർ ഇഫ് യു പ്രൊസീഡ്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് 2 വി ക്യാൻ ക്യാൻസൽ ഔട്ട്. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഓൺലി ഓൺ ലിമിറ്റ് z ടെൻസ് ടു -1 പ്ലസ് 2i എന്ന് പറയുന്നത് വി ആർ അപ്ലൈയിങ് ഓൺ z മൈനസ് 3 ഡിവൈഡഡ് ബൈ z മൈനസ് -2i, ഓക്കെ. ഇതിൽ മാത്രമാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് എന്ന് പറഞ്ഞതാണ് -1 പ്ലസ് 2i ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ z-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, z ഈക്വൽ ടു, ഇവിടെ z ഈക്വൽ ടു -1 പ്ലസ് 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് -1 പ്ലസ് 2i മൈനസ് 3 ഡിവൈഡഡ് ബൈ -1 പ്ലസ് 2i minus 2i, okay. So further if you reduce that, then you will be getting the corresponding value, okay. ഫൈനലി ഇവിടെ കിട്ടുക നിങ്ങൾക്ക് -4 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 4i എന്ന് കിട്ടും, ഓക്കെ. ദാറ്റ് ഈസ് അഗൈൻ വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് -2 പ്ലസ് i ഡിവൈഡഡ് ബൈ 2i എന്ന് വരും, 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ. So this is how it will be expanding that. So നമുക്ക് residue theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ basically in this fashion if you proceed, so the total residue value from residue theorem third condition വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. So that is c f of z dz, so will be equal to എന്താണ്, so which is equal to 2 pi I into residue of f of a1 plus residue of f of a2 plus etc like that, right? So in case so we'll have integral c z minus 3 divided by z square plus 2z plus 5 dz, that is equal to 2 pi I, okay. So into residue എന്ന് പറയുന്നതാണ് residue of, നമുക്ക് ഒരു റെസിഡ്യൂവിൻ്റെ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി, മറ്റെന്താണ് ഔട്ട്സൈഡ് ആണ്. So residue of f of z minus -1 plus 2i, okay. സോ അതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളൂ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi I, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ വാല്യൂ കണ്ടു. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്, 2 pi I ഇൻറ്റു -2 plus I divided by
2i that is equal to 2i i cancel ആവും, that is pi into I minus 2. ഇതാണ് നിങ്ങളെ ആ ഒരു കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ റെസിഡ്യൂ തിയറം പ്രകാരം നമ്മൾ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്താലുള്ള ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു -1 മൈനസ് 2i എന്ന് പറയുന്ന സൊല്യൂഷൻ എന്താണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, അതുകൊണ്ട് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ നെക്സ്റ്റ് തേർഡ് കേസ് കൺസിഡർ ചെയ്യുമ്പോൾ അഗെയിൻ നമുക്ക് ആ ഒരു ഫിഗറിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. z+1 + i എന്നാണ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, z -1 - i അല്ലേ, മോഡ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. സോ അഗെയിൻ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തായിരിക്കും നമുക്ക് കിട്ടുക, ഈ ഒരു ഫാഷനിലായിരിക്കും നമുക്ക് ഇതിൻ്റെ ഫിഗർ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുക. ദാറ്റ് ഈസ് ഇവിടെ 1, this is 1, sorry this is -1 and this is also -1, okay, and this center will be -1 ആണ് ഇതിൻ്റെ ഈ സെൻറ്റർ വാല്യൂ എന്ന് പറയുന്നത്, -1 അതാണ് സെൻറ്റർ. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ് 2 -2 അല്ലേ. സോ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഈ ഒരു പോയിൻ്റാണ് ബേസിക്കലി നമ്മുടെ z = -1 - 2i എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് പറയാൻ പറ്റുന്ന കേസ് എന്താ കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ z = -1 + 2i എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്, z = -1 - 2i എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസിൽ മാത്രം അതിൻ്റെ റെസിഡ്യൂ വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, സോ ഹിയർ we will be evaluating residue of f of -1 - 2i, that is limit z tends to -1 - 2i into z minus a എന്ന് പറഞ്ഞതാണ് z - -1 - 2i അല്ലേ, -1 - 2i into z cube divided by so we'll have, sorry z cube അല്ല z -3 അല്ലേ, sorry പ്രോബ്ലത്തിൻ്റെ ഹാങ് ആണ്. സോ z -3 divided by നമുക്ക് ഡിനോമിനേറ്റർ എങ്ങനെ എഴുതാം, that is z -1 + 2i അല്ലേ. സോ ഇൻറ്റു z -1 - 2i. So in that case if you write this and this will go cancel. Okay, so that is limit z tends to -1 - 2i. So you will have to apply on z -3 divided by z -1 + 2i. Right? So this on you have to apply that value, and z = -1 - 2i apply ചെയ്യുമ്പോൾ you will have 1 - 1 - 2i -3 divided by -1 - 2i plus 1 minus 2i, that is equal to -4 - 2i divided by -4i എന്ന് കിട്ടും, that is equal to 2 plus i divided by 2i എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ്. ഇതിലാകെ ഒരു റെസിഡ്യൂ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ അവിടെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, റെസിഡ്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം, റെസിഡ്യൂ തിയറം പ്രകാരം സോ ടോട്ടൽ നമ്പർ ഓഫ് റെസിഡ്യൂസിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് റെസിഡ്യൂ integral c f of z dz is equal to 2 pi I into sum of all residues അല്ലേ. സോ നമുക്കിവിടെ ആകെ ഒരു റെസിഡ്യൂ ഉള്ളൂ. സോ ദാറ്റ് ഈസ് you have to multiply 2 pi I into f of -1 minus 2i. So അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി, ദാറ്റ് ഈസ് 2 pi I into 2 plus I divided by 2i, that is equal to നമുക്ക് എന്ത് കിട്ടും, 2iയും 2iയും ക്യാൻസൽ ആവും. സോ ദാറ്റ് ഈസ് pi into 2 plus I എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദാറ്റ് ഇൻ്റഗ്രേഷൻ വാല്യൂ. ഓക്കെ, സോ ഇതാണ്
റെസിഡ്യൂ തിയറവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എന്ന് വരുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് വരുന്ന കണ്ടീഷൻ നിങ്ങളൊരു ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻസ്, നമുക്ക് ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു -1 + 2 + 2i ആൻഡ് -1 - 2i എന്ന് പറഞ്ഞ രണ്ട് സൊല്യൂഷനാണ്. ഇപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും വിത്തിൻ ദ സർക്കിൾ ആണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് വൺ ഔട്ട്സൈഡ് സർക്കിൾ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇൻസൈഡ് സർക്കിളിലുള്ള കാര്യത്തിന് മാത്രം റെസിഡ്യൂ വാല്യൂസ് നമ്മൾ എടുത്താൽ മതി. സോ ആ റെസിഡ്യൂ വാല്യൂ ഇവിടെ നമുക്ക് എന്താണ്, റെസിഡ്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ 1 ആണ്. ഓക്കെ, റേസ് ടു 1 ആണ്. സോ അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മതി. അതായത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ലിമിറ്റ് z ടെൻസ് ടു എ z മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് z. ഓക്കെ, എഫ് ഓഫ് z എന്ന് പറയുന്ന ഈ ഒരു ഫോർമുല ഇവിടെ ഉപയോഗിച്ചാൽ മതി, കാരണം ഇതൊരു സിമ്പിൾ പോളാണ്. ഓക്കെ, അപ്പോൾ അതാണ് റെസിഡ്യൂ തിയറത്തിൻ്റെ കേസിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1-2 ഹോംവർക്ക് പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ റെസിഡ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് പറയാൻ. അപ്പോൾ അതിനുള്ള ഹോംവർക്ക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് integral c z+1 divided by 2z minus 1 integral c 2z minus 1 divided by z into z plus 2 into 2z plus 1. Okay, dz within where c is mod z equal to 1. Okay, so ഇതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് പ്രോബ്ലം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ c 2z minus 1 divided by z into z plus 2 2z plus 1 dz where c is mod z. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഹാമിൽട്ടോൺ ഒരു കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ പോളാർ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ ദ കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ. അതാണ് നമ്മളിപ്പോൾ ചെയ്ത റെസിഡ്യൂ തിയറം. ഓക്കെ, കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ to prove that integral 0 to 2 pi d theta divided by 1 minus 2 p sin theta plus p square is equal to 2 pi by 1 minus p square. Okay, so condition 0 less than p less than 1 ആണ് കറസ്പോണ്ടിങ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ബേസിക്കലി ഇവാലുവേഷൻ തന്നെയാണ്. ഈ ഒരു ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 pi 1 minus p square ആണ് കിട്ടുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൺ മോർ അസൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് തേർഡ് വൺ. Prove that integral 0 to 2 pi d theta divided by 1 minus 2r cos theta plus r square is equal to 2 pi divided by 1 minus r square. Okay, so apply calculus of residue. Again നിങ്ങൾ
കാൽക്കുലസ് ഓഫ് റെസിഡ്യൂ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ആണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം ബൈ അപ്ലൈയിങ് കാൽക്കുലസ് ഓഫ് റെസിഡ്യൂസ്. ഓക്കെ, അപ്പം ഈ 3 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ ക്ലാസ്സിലോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, evaluate integral c 2z minus 1 divided by z into z plus 2 2z plus 1 dz where c is mod z equal to 1. Apply the calculus of residue. Second one, apply the calculus of residue to prove that integral 0 to 2 pi d theta 1 minus 2 p sin theta plus p square is equal to 2 pi by 1 minus p square 0 p less than 1. And third one, prove that 0 to 2 pi d theta divided by 1 minus 2 r cos theta plus r square equal to 2 pi divided by 1 minus r square. So by applying calculus of residue. Okay, so ഈ 3 പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുള്ളത്. നാളെ അടുത്ത ക്ലാസ്സിന് മുമ്പ് എന്ത് ചെയ്യുക, ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അത് വൺസ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ സോ യു ആർ ഓക്കെ വിത്ത് കോംപ്ലക്സ് അനാലിസിസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തോടു കൂടി അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു കോംപ്ലക്സ് അനാലിസിസിൻ്റെ മൊഡ്യൂൾ ഫസ്റ്റ് 1 മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം കൂടെ ആ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഡൗട്ട്